Hi everybody. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ബ്രെയിൻ ഒരു കെമിക്കൽ ഫാക്ടറി. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ വ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. നമ്മുടെ ബ്രെയിൻ ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. 2 വർഷം മുമ്പുള്ള ബ്രെയിൻ അല്ല നമ്മുടെ ഇന്നത്തെ ബ്രെയിൻ. ദെൻ കഴിഞ്ഞ ആഴ്ചയിലെ ബ്രെയിൻ അല്ല ഈ ആഴ്ചയിലെ ബ്രെയിൻ. അതും അല്ല അല്പനിമിഷം മുമ്പുള്ള ബ്രെയിൻ അല്ല ഇപ്പോഴുള്ള നിങ്ങളുടെ ബ്രെയിൻ. ഓരോ നിമിഷവും നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ബ്രെയിൻ മാറിക്കൊണ്ടേയിരിക്കുന്നു. ബ്രെയിനിൻ്റെ ഈ ഒരു ഡിഫാൾട്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതം സമൃദ്ധിയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ സമൃദ്ധമാകുവാൻ ആവശ്യമായ ചില ടെക്നിക്കുകളാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ബ്രെയിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ബ്രെയിൻ ഒരിക്കലും ഇമാജിനേഷനും റിയാലിറ്റിയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇമേജ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ നടക്കുകയാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബ്രെയിൻ അറിയില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ ഈ വോയിസിൽ തന്നെ ഞാൻ നിങ്ങളോട് ഒരു ഇമേജ് ചെയ്യാൻ വേണ്ടി പറയാം. നല്ല പച്ച മാങ്ങ ഉപ്പിലും മുളകിലിട്ടത് വായിൽ വെച്ച് കഴിക്കുന്നതൊന്ന് ഇമേജ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ എൻ്റെ വോയിസ് കേൾക്കുന്ന നിമിഷം തന്നെ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ വായിൽ വെള്ളം ഊറിയിട്ടുണ്ടാവും. കാരണം ബ്രെയിൻ ചിന്തിക്കുന്നത് ഇത് റിയാലിറ്റിയാണ് എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾ എന്ത് ചിന്തിക്കുമ്പോഴും ബ്രെയിൻ അതനുസരിച്ച് ഓരോ കെമിക്കൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു ഫാക്ട്സ്, നിങ്ങൾ സങ്കടമോ ദുഃഖമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രെസ്സോ ആകുന്ന സമയത്ത് ഏതൊരവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇരിക്കുമ്പോൾ തല കുരിച്ചാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ തല ഉയർത്തിയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ കൈ തലയ്ക്ക് വെച്ചാണ് ഇരിക്കുന്നത് എന്ന് വെക്കുക. നിങ്ങൾ ടെൻഷനാകുന്ന സമയത്ത് ഇരിക്കുന്ന അതേ ഇരുത്തം നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാത്ത സമയത്തും നിങ്ങളെ ബ്രെയിൻ ടെൻഷനാണോ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ടെൻഷനാക്കുവാനുള്ള ഹോർമോണുകളെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് നിങ്ങൾ ജീവിതം മാറ്റാൻ പറ്റും. ബ്രെയിനിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഹാപ്പി മൂഡിലുള്ള ഒരാളാണ് എന്ന് നിങ്ങൾ ബ്രെയിനിനെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ആക്ട് ചെയ്താൽ ബ്രെയിൻ അതിനനുസരിച്ച സെറാട്ടോണിനെ പോലെ അല്ലെങ്കിൽ ഓക്സിറ്റോസിനെ പോലുള്ള പോസിറ്റീവ് ഹോർമോണുകൾ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നല്ല രസകരമായൊരു കാര്യം ഇതാണ്. നിങ്ങൾ നിവർന്ന് നിൽക്കുകയോ ശിരസ് ഉയർത്തി നിൽക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ നിവർന്ന് ശിരസ് ഉയർത്തി അഭിമാനപൂർവ്വം നിൽക്കൽ എപ്പോഴും വിജയിക്കുമ്പോഴോ ഹാപ്പി ആകുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ വാമപ്പാകുമ്പോഴോ ഒക്കെയാണ്. ഇതൊന്നുമില്ലാത്ത സമയത്ത് നിങ്ങൾ ചെയ്താലും ബ്രെയിൻ തിരിച്ചറിയുന്നവർക്ക് ബ്രെയിൻ മനസ്സിലാക്കുന്നത് ഈസ് ഓക്കെ, അദ്ദേഹം എക്സൈറ്റഡ് ആണ്, ഇദ്ദേഹം ഗ്രേറ്റ് ആണ്, അല്ലെങ്കിൽ വളരെ പോസിറ്റീവായ മൂഡിലാണ് ബ്രെയിൻ ചിന്തിക്കുകയും അല്ലെങ്കിൽ ബ്രെയിൻ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഹോർമോണുകൾ നിങ്ങളുടെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നാം മനസ്സിലാക്കുന്നത് ഇതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇതിനെ ഡിസീവ് ചെയ്യാൻ പറ്റും, ബ്രെയിനെ ഡിസീവ് ചെയ്യാൻ പറ്റും. നല്ല നല്ല കാര്യങ്ങൾ കാണുമ്പോൾ, നമ്മുടെ മദറിനെ കാണുമ്പോൾ, നമ്മുടെ ഭാര്യയെ കാണുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലവേഴ്സിനെ കാണുമ്പോൾ ഒക്കെ നമ്മുടെ ബ്രെയിൻ പോസിറ്റീവായ ഹോർമോൺ ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ശത്രുക്കളെ കാണുമ്പോൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ നമ്മുടെ ബ്രെയിൻ നെഗറ്റീവായിട്ടുള്ള അഡ്രിനാലിനെ പോലുള്ള കോർട്ടിസോളിനെ പോലുള്ള ഹോർമോണുകളെയും ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി വളരെ രസകരമായ ഒരു കാര്യം, നിങ്ങൾക്ക് ജീവിതത്തിൽ സമൃദ്ധി വേണമെന്നുണ്ടെങ്കിൽ സമൃദ്ധമായ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസുകളും ഫോട്ടോസുകളും നിങ്ങൾ വ്യൂ ചെയ്യിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്ന കെമിക്കൽ ഫാക്ടറി ആവശ്യമായ പോസിറ്റീവായ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ഹോർമോണുകൾ ക്രിയേറ്റ് ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു വീഡിയോസിന് ശേഷം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് സമൃദ്ധമായ സന്തുഷ്ടകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചു കൊണ്ട് തന്നെ സാധ്യമാണ്. ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രെയിനിൻ്റെ
പോസിറ്റീവ്നെസ്സിനെ ഉപയോഗിക്കുക, നെഗറ്റീവ്സിനെ തള്ളിക്കളയുക. നമ്മൾ മോശമായ വീഡിയോസ് കാണുമ്പോൾ, ഡേഞ്ചറസ് ആയിട്ടുള്ള പടങ്ങൾ കാണുമ്പോൾ, കൊലപാതകങ്ങൾ കാണുമ്പോൾ ഒക്കെ ബ്രെയിൻ അത് റിയാലിറ്റിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നെഗറ്റീവായ ഹോർമോണുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത് മാക്സിമം ഒഴിവാക്കുക. ഈ ഒരു തന്ത്രം, ബ്രെയിനിൻ്റെ ഈ ഒരു തന്ത്രം മനസ്സിലാക്കിക്കൊണ്ട് ബ്രെയിനോട് പെരുമാറുക. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു ശുഭദിനം നേർന്നുകൊണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.